നമസ്കാരം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി വളരെ രൂക്ഷമായി തന്നെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമൊക്കെ തങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള മട്ടിൽ വലിയ രീതിയിലുള്ള ഒരു പിടിവാശിയൊക്കെ നടത്തുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് രണ്ട് വ്യക്തികളുടെ കാര്യമാണ്. ഒന്ന്, വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ഹൈക്കമാൻഡിന് തീരുമാനങ്ങൾ വിട്ടുകൊടുത്തു എന്ന് മാധ്യമങ്ങളോട് പറയുകയും വി.ഡി. സതീശനു വേണ്ടി പല ഫ്ലക്സ് ബോർഡുകളും പലയിടങ്ങളിലും ഉയരുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വി.ഡി. സതീശനെതിരെ പരസ്യമായി മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ നിരത്തിൽ നടത്തുകയും ചെയ്യുമ്പോൾ അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഓട്ടോറിക്ഷയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഒരാൾ പെട്രോൾ ഒഴിക്കുകയാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണി മുഴക്കുകയാണ്. പലയിടങ്ങളിലും വി.ഡി. സതീശനെതിരെ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ പോലും വി.ഡി. സതീശന് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ വി.ഡി. സതീശൻ വളരെ സൗമ്യനായി മാധ്യമങ്ങളോട് പറയുന്നത് എല്ലാം ഹൈക്കമാൻഡ് നോക്കിക്കൊള്ളും, ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഒരു ഭാഗത്ത് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ നിരത്തുകളിൽ അദ്ദേഹം അക്രമം അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും സതീശനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനം പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അദ്ദേഹം ഇതിനുള്ള പ്രചാരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഇതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വന്ന മാധ്യമങ്ങളുടെ സർവേയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും സതീശനെയാണ് ജനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ള തരത്തിൽ മലയാളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളെല്ലാം സർവേ നടത്തി കണ്ടെത്തിയിരുന്നു. ഇതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്ന് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള തരത്തിലേക്ക് പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. സതീശനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എറണാകുളത്തെ വനിതാ അഡ്വക്കേറ്റ് മറ്റ് മുതിർന്ന നേതാക്കളെ അപമാനിക്കുന്ന തരത്തിൽ കമന്റ് ഇടാനൊക്കെ നിർദ്ദേശം കൊടുത്തതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിവിടെയാണ് സതീശന്റെ ഇരട്ടത്താപ്പ്. ഒരു വശത്ത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് ഇത്തരത്തിലുള്ള അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സതീശന് വേണമെങ്കിൽ അണികളോട് ആഹ്വാനം ചെയ്യാം, എന്തായാലും മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ വലിയൊരു വിജയമാണ്. അതിന്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് സമൂഹ മാധ്യമത്തിലും നിരത്തുകളിലും ഒന്നും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി നമ്മളെ നാണം കെടുത്തരുത് എന്നുള്ളൊരു ആഹ്വാനം വേണമെങ്കിൽ സതീശന് അണികളോട് നടത്താമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. ഇതിൽ നിന്ന് തന്നെ ഈ നടക്കുന്ന പ്രചാരണങ്ങളുടെ എല്ലാം പിന്നിൽ വി.ഡി. സതീശനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇനി കെ.സി. വേണുഗോപാലിൻ്റെ കാര്യം, അത് ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് തന്നെ കേരളത്തിലെ വോട്ടർമാരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം 140 മണ്ഡലങ്ങളിലെയും UDF-ന്റെ സ്ഥാനാർത്ഥികൾ നിന്നു. അവിടെ 102 മണ്ഡലങ്ങളിലും അവർ വിജയിച്ചു. അപ്പോൾ ചിത്രത്തിലൊന്നുമില്ലാതിരുന്ന കെ.സി. വേണുഗോപാൽ രംഗത്ത് വന്ന് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ, വോട്ടർമാരെ വെല്ലുവിളിക്കുന്നതിനും കബളിപ്പിക്കുന്നതിനും തുല്യമാണ്. അദ്ദേഹം മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് MP-മാരും മത്സരിക്കുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സുധാകരന് കൂടി സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു. സുധാകരൻ കണ്ണൂരിൽ കോൺഗ്രസിനെ വളർത്തുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു നേതാവാണ്. മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അനുവാദം കൊടുക്കാതെ MP-മാർ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനമാണെന്ന് ഹൈക്കമാൻഡ് എടുത്തത്. അവിടെയാണ് ഇപ്പോൾ ജയിച്ചു കയറിയതിനു ശേഷം ജനങ്ങളെല്ലാം കബളിപ്പിക്കുന്ന തരത്തിൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള തരത്തിലുള്ള വാദമുഖങ്ങളൊക്കെ ഉയരുന്നത്. കെ.സി. വേണുഗോപാലിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല, അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ പ്രവർത്തന മികവോ ചെന്നിത്തലയുടെ പ്രവർത്തന മികവോ കൊണ്ടല്ല കേരളത്തിൽ UDF ഇത്രയധികം മൃഗീയ ഭൂരിപക്ഷം നേടിയത്. കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകണമെങ്കിൽ അദ്ദേഹം വിജയിച്ച ഏതെങ്കിലും ഒരു MLA-മാരെ കൊണ്ട് രാജിവയ്പ്പിച്ച് അവിടെ മത്സരിക്കണം. അവിടെ ഇരിക്കൂരിലൊക്കെ അദ്ദേഹം മത്സരിക്കും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇനി അങ്ങനെ രാജിവെച്ചാൽ തന്നെ അദ്ദേഹം നിലവിൽ MP ആയിരിക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനം രാജിവെക്കണം. അപ്പോൾ അവിടെ ബൈ ഇലക്ഷൻ വരും. അവിടെ ശോഭാ സുരേന്ദ്രനായിരിക്കും മിക്കവാറും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആലപ്പുഴയെ BJP-യുടെ A ക്ലാസ് മണ്ഡലം ആക്കി കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചയാളാണ് ശോഭാ സുരേന്ദ്രൻ. എന്ന് മാത്രമല്ല, പാലക്കാട്ട് അവർക്ക് 17,000 വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ. അങ്ങനെ വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. വേണുഗോപാലിനോട് അമർഷമുള്ള കോൺഗ്രസ്സുകാർ തന്നെ അവരെ ജയിപ്പിച്ചു വിടും. പിന്നെയുള്ളത് അദ്ദേഹം ഇരിക്കൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറയുന്നു. ഇരിക്കൂരിലല്ല, എവിടെ മത്സരിച്ചാലും ഒരുപക്ഷെ വേണുഗോപാൽ ജയിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ കിരാത ഭരണം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇനിയൊരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ ഈ വലിയൊരു വിജയം നേടിയതിനു ശേഷം തങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് അവർ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിപിടിയെ കാണുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലും മുറ്റി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കേണ്ട വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും ഒക്കെ ഇത് മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ കടിപിടി കൂടുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഈ വൻ വിജയത്തിൻ്റെ ശോഭ കെടുത്തുകയാണ് എന്ന് മാത്രമല്ല, കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും വലിയ രീതിയിൽ അത് നാണം കെടുത്തുകയും ചെയ്യുന്നു സമൂഹത്തിൽ.
മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യം UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തി. അതിനുശേഷം വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന വാർത്ത അവിടെ തങ്ങളുടെ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, അതിനുശേഷം ഞങ്ങളുടെ അടുത്ത നടപടിയിലേക്ക് പോകാമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ വാസ്തവമുണ്ടെന്ന് ഉള്ള ഒരു ബോധം പൊതുസമൂഹത്തിനുണ്ടാകും. എന്തായാലും ഇത്തരത്തിലുള്ള നാണം കെട്ട കളിക്ക് നിൽക്കാതെ ഒരു സമവായത്തിലെത്താനാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു നാണക്കേട് നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം പൊതുസമൂഹം, കേരളത്തിലെ വോട്ടർമാർ അവരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടതിൻ്റെ ഫലമാണ് പിണറായി വിജയൻ ഇപ്പോൾ ദയനീയമായ തോൽവിയിലേക്ക് പോയത്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം.